ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിൻ്റെ പുതിയൊരു പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗോമതിക്ക് കൃഷ്ണമംഗലത്ത് നിന്ന് ഭക്ഷണം കൊടുക്കുന്നതെല്ലാം ആകെ സംശയമായിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ചും രാജശ്രീ കൊണ്ടു കൊടുക്കുന്നത് ആഹാരത്തിൽ എന്തെങ്കിലും മായമോ വിഷമോ കലർത്തിയിട്ടുണ്ടോ ചെറിയൊരു സംശയം ഗോമതിക്ക് തോന്നി തുടങ്ങിയിട്ടോ. അങ്ങനെ ഗോമതിക്ക് അവിടെ സംശയം ഉണ്ടായി എന്നുള്ള കാര്യം അലോകിന് മനസ്സിലായി. കാരണം ചോറും സാമ്പാറും ഒക്കെ രാജശ്രീ കാണാണ്ട് കൊണ്ട് കളയുന്നത് അലോക് കണ്ണിൽപ്പെട്ടതാണല്ലോ. അങ്ങനെ അലോക് അച്ഛനോടും അമ്മയോടും പോയി പറയുന്നുണ്ട്, അപ്പച്ചിക്ക് എന്തോ സംശയം തോന്നിയിട്ടുണ്ടെന്ന്. അങ്ങനെ രാജശ്രീ പറഞ്ഞിട്ടുണ്ട്, ഇല്ല ഞാനതിലൊന്നും ചേർത്തിട്ടില്ലായിരുന്നു, പിന്നെന്താ എന്താണെന്നറിയില്ല, എന്തൊക്കെയോ സംശയങ്ങൾ അപ്പച്ചിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഒരു കാരണവശാലും മുന്നോട്ട് വെച്ച കാല് പിന്നോട്ടെടുക്കരുത്. നമ്മൾ എന്താണ് തീരുമാനിച്ചത് അത് നടത്തിയിട്ട് മാത്രം അപ്പച്ചി ഈ വീട്ടിനകത്ത് നിന്ന് ഇറങ്ങാവൂ. അങ്ങനെ അച്യുതനും അലോകും രാജശ്രീയും കൊണ്ട് വലിയൊരു കെണിയിൽ തന്നെയാണ് ഗോമതിയെ പെടുത്തി വച്ചിരിക്കുന്നത് കേട്ടോ. പക്ഷേ തൊട്ടപ്പുറത്ത് നമ്മുടെ ഉദയഭാനുവാണെങ്കിൽ കടയിൽ ചെന്നിരുന്ന് ഭയങ്കര പ്രശ്നങ്ങളാണ് കേട്ടോ. അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, എന്നിട്ട് അവിടെ ഇരിക്കുന്ന ജ്യൂസും മുട്ടായിയും മിച്ചറും ഒക്കെ എടുത്ത് തിന്നുന്നുണ്ട് കേട്ടോ വിശക്കുമ്പോൾ. അപ്പോൾ ഇതൊന്നും കടയിൽ നിൽക്കണ രാമേട്ടന് തീരെ പിടിക്കണില്ല. അതുപോലെ ആകാശും ധർമ്മനും ഒക്കെ അതിനെതിരാട്ടോ. പക്ഷേ ഇതിനിടയിൽ നിൽക്കുന്നത് നമ്മുടെ ദേവിയാണ്. ദേവിക്ക് അച്ഛൻ്റെ സൈഡിൽ നിൽക്കണം, ആകാശിൻ്റെയൊക്കെ സൈഡിൽ നിൽക്കണം. എന്ത് ചെയ്യാൻ പറ്റും? ബാലനാണെങ്കിൽ കടയിലോട്ട് വരുന്നില്ല. അത് കാരണം രാമേട്ടൻ ആകെ ദേഷ്യമായി. അങ്ങനെ കട എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല, ബാലൻ വന്നാൽ മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ എന്നും പറഞ്ഞും കൊണ്ടാണ് രാമേട്ടൻ കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ കൂടെ ആകാശിൻ്റെ ദേഷ്യവും പ്രശ്നങ്ങളും ഒക്കെ വല്ലാണ്ട് രൂക്ഷമാവുമ്പോൾ ദേവിയെ മാറ്റി നിർത്തിയിട്ട് ധർമ്മൻ വിളിച്ച് പറയുന്നുണ്ട്, എൻ്റെ പൊന്നും മോളെ ദയവ് ചെയ്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ലെന്ന് അച്ഛനോട് പറയണം. ഞാൻ കുറ്റം പറഞ്ഞതല്ല, ഉദയഭാനു സാറിന് എന്തോ പ്രശ്നമുള്ളതുപോലെയാണ് പെരുമാറുന്നത്. അല്ല, അത് വേറൊന്നും കൊണ്ടല്ല, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ അച്ഛൻ വന്നിരുന്നിട്ടില്ല മാമ, ഇതിപ്പോൾ ആദ്യമായിട്ടാണ്. അതുകൊണ്ടുള്ള സന്തോഷം കൊണ്ടാണ് ഇങ്ങനെ, അതൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷേ ആകാശിൻ്റെ ദേഷ്യം മോള് കണ്ടതാണല്ലോ. അതുമാത്രമല്ല, ഇപ്പോൾ ആകാശിൻ്റെ ഭാഗമാണ് ന്യായം. അതുകൊണ്ട് തന്നെ നമുക്ക് അവനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അത് ശരിയാ മാമൻ പറഞ്ഞത്. മോള് എന്നോടൊന്നും തോന്നരുത്. എനിക്കൊന്നും തോന്നാനില്ല, സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ധർമ്മൻ മാമൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഉദയഭാനുവിനെ എങ്ങനെയെങ്കിലും വരാതാക്കാനുള്ള പരിപാടി നടത്തട്ടോ. ഗോമതിക്കാണെങ്കിൽ സ്വന്തം വീട്ടിലേക്ക് പോകാനോ എത്തി നോക്കാനോ ഒന്നും പറ്റുന്നില്ല. ഇവിടെ നിന്ന് ആർക്ക് ഗോമതിയെ കാണാനും പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ബാലൻ്റെയും ഗോമതിയുടെയും ഏറ്റവും ഇളയ മകളായ അനുമോളില്ലേ, പഠിക്കാൻ പറ്റുന്ന അവൾ ദേ വന്നിട്ടുണ്ട് കേട്ടോ. വന്ന് നേരെ വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ അമ്മയെ കാണുന്നില്ല. ചോദിക്കുന്നുണ്ട് എല്ലാവരോടായിട്ട് അമ്മ എന്തിയെന്ന്. അങ്ങനെ അമ്മയും അച്ഛനും ഇപ്പോൾ രണ്ടായിട്ടാണ് പിരിഞ്ഞ് ജീവിക്കുന്നതെന്ന് ആർക്കും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാട്ടോ എപ്പിസോഡ് തീരുന്നത്. ഡീറ്റെയിൽഡ് എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.